മിനോട്ടോർ ഒരു ഇല്ലാത്ത ജീവിയാണ്. വഴി കാണിച്ചു കൊടുക്കാനുള്ള ആക്ടിവിറ്റികളിൽ വരയ്ക്കുന്ന വഴിയേക്കാൾ വളഞ്ഞു പൊളഞ്ഞ വഴികളുള്ള ഒരു സ്ഥലം സങ്കല്പിച്ചു നോക്കൂ. ലേബറിന്ത് എന്നാണ് ഇതിനെ വിളിക്കുക. ഗ്രീക്ക് പുരാണത്തിൽ അങ്ങനെ ഒരു ലേബറിന്തിനെ പറ്റി പറയുന്നുണ്ടേ. ഗ്രീക്ക് പുരാണം അനുസരിച്ച് ദേവന്മാരുടെ ശില്പിയായ ഡീഡലസ് ഇല്ലേ, മൂപ്പര അത് നിർമ്മിച്ചത്. അതിൽ പെട്ടുപോയ തിരിച്ചിറങ്ങുക അസാധ്യാണത്രേ. അതിനകത്താണ് മിനോട്ടോർ എന്ന ഭീകര ജീവിയുടെ താമസം. കടലിന്റെ ദേവനാണ് പോസിഡോൺ. ഒരിക്കൽ പോസിഡോൺ ബലിയർപ്പിക്കാൻ ഒരു കാളയെ ക്രീറ്റിലെ രാജാവായ മിനോസിന് അയച്ചു. എന്നാൽ ആ കാളയുടെ ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ട മിനോസ് അതിനെ സംരക്ഷിച്ചു. മറ്റൊരു കാളയെയാണ് അദ്ദേഹം ബലി നൽകിയത്. ഇതറിഞ്ഞ പോസിഡോണിന് ദേഷ്യം വന്നു. പോസിഡോൺ മിനോസിനെ ശപിച്ചു. ശാപത്തിന്റെ ഫലമായി മിനോസിന് വിചിത്ര രൂപമുള്ള ഒരു പുത്രൻ ജനിച്ചു. പകുതി കാളയും പകുതി മനുഷ്യനുമായിരുന്നു മിനോട്ടോർ എന്ന ആ പുത്രൻ. ഇതാ കഥ. മിനോസിന്റെ കാള എന്നാണ് മിനോട്ടോർ എന്ന വാക്കിന്റെ അർത്ഥം. കാള എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കാണ് ടോറോസ്. ഏതൻസിന്റെ നായകനായ തീസിയസ് മിനോട്ടോറിനെ വധിച്ചു എന്നാണ് ഗ്രീക്ക് പുരാണത്തിലെ കഥ. പ്രശസ്തമായ ഹൊറർ ചിത്രം മിനോട്ടോർ ഈ വിചിത്ര ജീവിയുടെ പുരാണകഥ തന്നെയാണ് കേട്ടോ. 2006 ഈ ചിത്രം പുറത്തിറങ്ങിയത്. തന്റെ ശത്രുക്കളെ ഭയപ്പെടുത്താൻ മിനോസ് ഉപയോഗിച്ചിരുന്നത് ഭീകര രൂപിയായ മിനോട്ടോറിനെയാണത്രേ.